ഈ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് നരേന്ദ്രമോദിക്കും രാജ്യത്തിനുമെതിരെ ചില ഛിദ്രശക്തികൾ രാജ്യത്തിനകത്ത് തന്നെയുണ്ട്. അതും നമ്മുടെ ഈ കേരളത്തിനകത്തും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വിവരം. അതും ഒരു മാധ്യമ സ്ഥാപനം, പത്രമാധ്യമം മനോരമയ്ക്കെതിരെയാണ് അത്തരത്തിലൊരു വാർത്ത വന്നിരിക്കുന്നത്. അറിഞ്ഞു കാണുമല്ലോ. തീർച്ചയായിട്ടും വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്, വളരെ ഞെട്ടിക്കുന്നൊരു ആരോപണമാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ജയന്ത് മാമൻ മാത്യു സോറസ് ഫണ്ട് നൽകുന്ന ഏജൻസിയിൽ നിന്ന് പണം കൈപ്പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ ഗൗരവമായി പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. അത് അദ്ദേഹം മാത്രമല്ല, റീത്ത കപൂർ, ശേഖർ ഗുപ്ത, ഇവരൊക്കെ പത്രക്കാരാണ്. ഇവരൊക്കെ പണം വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ആരോപണം. ഇതിലെല്ലാം രസം ഇന്ത്യയിലെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനും രാജ്യത്തെ അങ്ങ് സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു അഭിഭാഷകനുണ്ട്. എല്ലാ കാര്യത്തിനും സുപ്രീം കോടതി കേസുമായിട്ട് നടക്കുന്ന ഒരാൾ, പ്രശാന്ത് ഭൂഷൺ. അദ്ദേഹം ആം ആദ്മി പാർട്ടിയെ കൊണ്ടൊന്ന് റെഡിയാക്കാൻ നോക്കി. പഴയ ശാന്തി ഭൂഷൻ്റെ മകനാണ്. ഇവരെല്ലാമാണ് ഈ വിദേശ ഏജൻസിയിൽ നിന്ന് പണം വാങ്ങിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ആരോപണം. ഈ ആരോപണം വളരെ നേരത്തെ തന്നെ വിക്കിലീക്സ് പുറത്തു വിട്ടതാണ്. അപ്പോൾ ഈ ആരോപണം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഇത് ഒന്ന് ഓർഗനൈസർ എന്ന് പറയുന്ന പിന്നെ RSSൻ്റെ പ്രസിദ്ധീകരണമാണ്. അതനുസരിച്ച് ഇൻ്റർന്യൂസ് എന്ന മാധ്യമ സ്ഥാപനം വഴിയാണ് ഈ പണം കൈമാറ്റം ചെയ്തിരിക്കുന്നത്. പത്രപ്രവർത്തകർക്ക് പരിശീലനം കൊടുക്കാനായിട്ട് ഇവർ അമേരിക്കയിലേക്ക് കൊണ്ടുപോകും. അതിൻ്റെ പേരിലാണ് ഈ പണം കൈമാറിയിരിക്കുന്നത്. അതിൽ ഈ ആരോപണത്തിൽ റീത്ത കപൂറും ശേഖർ ഗുപ്തയും കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പ്രതി ജയന്ത് മാമൻ മാത്യുവാണ് മനോരമയുടെ. വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. നമ്മൾ മനോരമ കൊടുത്തിരിക്കുന്ന വാർത്തകളുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഇതിലെ സാധ്യത എത്രമാത്രമുണ്ട് എന്ന് ന്യായമായി നമുക്ക് സംശയം തോന്നും. വിക്കിലീക്സ് ഇത് പുറത്തുവിട്ടിരുന്നു എന്ന് പറയുമ്പോൾ അതിന് ഒരു ചെറിയ ആധികാരികതയുണ്ടല്ലോ. പുറത്തുവിട്ടിരിക്കുന്നത് ഈ വാർത്തയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ജോർജ് സോറസാണ്. അപ്പോൾ ജോർജ് സോറസ് $100 മില്യൺ നരേന്ദ്രമോദിയെ തകർക്കാനായി മാറ്റിവെച്ചിട്ടുണ്ടെന്ന് ജോർജ് സോറസ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണിത്. 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ അവരെ ഇന്ത്യയിൽ ഒരുപാട് മാധ്യമങ്ങളെ വിലയ്ക്ക് വാങ്ങിച്ചു, ചില രാഷ്ട്രീയ പ്രവർത്തകരെ വിലയ്ക്ക് വാങ്ങിച്ചു, ഒരുപാട് ആളുകളെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയെ അവർ തകർക്കാൻ ശ്രമിച്ചത്. പക്ഷേ അവരുടെയൊക്കെ പ്രതീക്ഷ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്. ഒരുപക്ഷെ അങ്ങേക്ക് ഓർമ്മ കാണും, ഈ ഇലക്ഷന് മുമ്പ് രാഹുൽ ഗാന്ധി ഉറപ്പിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, നരേന്ദ്രമോദി അധികാരത്തിൽ വരില്ല. ഏതടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി അത് പറഞ്ഞത്? കാരണം ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം, അഭിപ്രായ വോട്ടെടുപ്പ്, പൊതുവേ നമ്മൾ സാധാരണ കാതും കണ്ണുമുള്ള ഒരു മനുഷ്യന്, ഇന്ത്യൻ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാൾക്ക് മോദി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് കാണാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ രാഹുൽ ഗാന്ധി ഉറപ്പിച്ച് പറഞ്ഞു മോദി വരില്ല. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അത് പറയാനുള്ള കാരണം സോറസിൻ്റെ പണം നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ആളുകളിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അത് പ്രവർത്തിച്ചു തുടങ്ങും, അവർ പാലം വലിക്കും, മോദി തകരും. ഇതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കണക്കൂട്ടൽ. അപ്പോൾ പെട്ടെന്ന് രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന, ജോർജ് സോറസിനും മറ്റ് സാമ്പത്തിക സ്രോതസ്സുകളെ നിയന്ത്രിക്കുന്ന ആളുകൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ടുവരിക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോൾ സോറസിനും അതുപോലെ തന്നെ ഈ ഫണ്ടിങ് ഏജൻസിക്കും വളരെ വിപുലമായ ലക്ഷ്യമാണുള്ളത്. അത് നമ്മൾ നോക്കിയാൽ മനോരമയുടെ ഒരു ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ കേരള രാഷ്ട്രീയത്തെ വർഗീയമയമാക്കി മാറ്റിയതിൽ ഏറ്റവും അധികം പങ്കുവഹിച്ചിട്ടുള്ളൊരു പത്രസ്ഥാപനമാണ് മലയാള മനോരമ. അവരുടെ പത്രപ്രവർത്തന ചരിത്രം തന്നെ അത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. മനോരമയെ CP രാമസ്വാമിയെ അടച്ചുപൂട്ടി എന്തിനാണ്? പത്രസ്വാതന്ത്ര്യം ഹനിക്കാനൊന്നുമല്ല. CPIയും പിന്നെ കുടുംബത്തെയും നിശിതമായി വിമർശിക്കുന്ന ഒട്ടേറെ പത്രങ്ങളൊന്നുണ്ടായിരുന്നു. പക്ഷേ മനോരമ അടച്ചുപൂട്ടാനുള്ള കാരണം കൊയിലോൺ നാഷണൽ ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്കിൽ അതിൻ്റെ ഉടമസ്ഥാവകാശം മനോരമ കുടുംബത്തിന് പ്രധാനമായിട്ടുണ്ടായിരുന്നു. അവരാ ബാങ്കിൽ നടത്തിയ തിരിമറി, ബാങ്ക് കൊള്ളയടിച്ചു, അതാണ് സത്യം. നമ്മളിതിപ്പോൾ ഓരോ സ്ഥലത്ത് കാണുന്നില്ലേ, ഈ പിന്നെ സ്വകാര്യ ഫൈനാൻസ് സ്ഥാപനങ്ങൾ ഒക്കെ കൊള്ളയടിക്കുന്ന പോലെ, പോപ്പുലർ ഫൈനാൻസിയേഴ്സ്, അവിടെ റോയി മാത്യു, അത്തരം ചില സ്ഥാപനങ്ങളെ പോലെ ഒരു സ്ഥാപനമായിരുന്നു അന്ന് ഈ കൊയിലോൺ നാഷണൽ ബാങ്ക്.
ആ നാഷണൽ ബാങ്കിലെ നിക്ഷേപകരെ മുഴുവൻ കണ്ണുനീരിലാഴ്ത്തിക്കൊണ്ട് ഇവർ ഈ ബാങ്കിൻ്റെ പണം തട്ടിക്കൊണ്ടുപോയി. അതിനാണ് മനോരമ അടച്ചുപൂട്ടിയത്. വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. 1947 ആഗസ്റ്റ് 14 വരെ മനോരമ മഹാത്മാഗാന്ധിയെ വിശേഷിപ്പിച്ച മിസ്റ്റർ ഗാന്ധി എന്നാണ്. അവർ ബ്രിട്ടീഷുകാരുടെ കൂടെ ആയിരുന്നു. പിന്നീട് പത്രാധിപർക്ക് കാശുമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പത്രാധിപർ കേരള യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറെ കൊണ്ട്, അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, സ്വാതന്ത്ര്യ സമരത്തിൽ മനോരമ വഹിച്ച പങ്കിനെക്കുറിച്ചൊരു പുസ്തകം എഴുതി. അത് ആരും വായിച്ചില്ല. വായിച്ചവരത് പരിഹസിക്കുകയും ചെയ്തു. അതായത് പിന്നെ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയ്ക്കും മാപ്പിളയ്ക്കും ഒന്നും സമയമില്ലായിരുന്നുകൊണ്ട് അത്യാവശ്യം ഒരു സ്വാതന്ത്ര്യ സമരം നടത്താനായിട്ട് ഇവിടെ ഈ പട്ടംതാണുള്ളിലെയും ടി എം വർഗീസിനെയും മഹാത്മാഗാന്ധിയെ പോലും ഏൽപ്പിച്ചു എന്നുള്ളൊരു മട്ടിലാണ് ആ പുസ്തകം വന്നത്. ആ പുസ്തകം ആരും വായിച്ചില്ല, വാങ്ങിച്ചില്ല. അത് അതിലുള്ള ക്വാളിറ്റിയുള്ള പുസ്തകമല്ല. പക്ഷേ ഞാൻ പറഞ്ഞത്, ചരിത്രം തിരുത്തി കുറിക്കാൻ, ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്യാൻ വളരെ തന്ത്രപൂർവ്വം കരുക്കൾ നീക്കുന്ന ഒരു പത്രമാണ് മനോരമ. ഈ മനോരമയുടെ ചരിത്രം, ഇതിനെക്കുറിച്ച് ജി ശക്തിധരൻ ഒരു വിഷവൃക്ഷത്തിൻ്റെ അടിവേരുകൾ തേടി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് അറിയാം. അതിപ്പോൾ കിട്ടത്തില്ല. ഞാൻ ശ്രീ ശക്തിധരനോട് തന്നെ ചോദിച്ചു ആ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി ഉണ്ടെന്ന് ചോദിച്ചു. ഔട്ട് ഓഫ് ഉണ്ട്, ഇല്ല എന്നൊക്കെയാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. ഇപ്പോൾ ഇല്ലെന്ന് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഈ പുസ്തകം അത് ദേശാഭിമാനിയിൽ വരുമ്പോൾ ഞാൻ കൃത്യമായിട്ട് അതെല്ലാം ലക്കും കൗതുകപൂർവ്വം വായിച്ചിട്ടുള്ളതാണ്. ഈ മനോരമ കുടുംബം ഇപ്പോഴത്തെ അതിൻ്റെ ഭരണസാരഥികൾ എങ്ങനെ കെ എം മാത്യുവിൻ്റെ തൊട്ട് മനോരമ എങ്ങനെ കൊണ്ടുപോയി, അതിൻ്റെ പിന്നിലുള്ള കള്ളക്കളികളെല്ലാം അദ്ദേഹം വളരെ വ്യക്തമായി അടിവരയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും അവർ ഒരു ഡിഫോമേഷൻ കേസ് ശക്തിധരനെതിരെ കൊടുത്തില്ല. പകരം ശക്തിധരൻ്റെ ആ പുസ്തകത്തെ തന്നെ ഇല്ലാതാക്കാനാണ് അവർ ശ്രമിച്ചത്. മനോരമയുടെ ഒരു സ്റ്റൈലാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്ക് വഹിച്ചിട്ടുള്ള പത്രമല്ല മനോരമ. അപ്പോൾ മനോരമയുടെ ചരിത്രം തന്നെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ തള്ളിപ്പറഞ്ഞ് മഹാത്മാഗാന്ധിയെ ആദരവ് കാണിക്കാതെ അനാദരവ് കാണിച്ചു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. സ്വാതന്ത്ര്യ സമരം വന്ന് ബ്രിട്ടീഷുകാരുടെ ഒപ്പം നിന്ന പത്രമാണ് മനോരമ. പക്ഷേ മാതൃഭൂമി ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി വന്ന പത്രമാണ്. ഇന്ന് നടത്തുന്ന മുതലാളിയുടെ അജണ്ട വേറെയാണ്. പഴയ കുടുംബം വിലയ്ക്ക് വാങ്ങിച്ച് ബാറാക്കുന്നത് പോലെയുള്ള ചില പരിപാടിയാണ് ഇപ്പം മാതൃഭൂമി നടന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബം ആ പഴയ സ്വാതന്ത്ര്യ സമര സേനാനികളും മാതൃഭൂമി സ്ഥാപിച്ച പൂർവ്വ സൂര്യകളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കുറേ കച്ചവടക്കാരെ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മാതൃഭൂമിക്കൊരു ചരിത്രമുണ്ടെന്ന് പറഞ്ഞാൽ മാതൃഭൂമിക്ക് ചരിത്രമുണ്ട്. ഇപ്പോഴത്തെ പത്രാധിപന്മാർക്കും അതിൻ്റെ ഉടമസ്ഥന്മാർക്കും ചരിത്രം വേറെയാണ്. മനോരമയുടെ ചരിത്രം വ്യത്യസ്തമാണ്. അവരെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഉറ്റുകൊടുത്തവരാണ്. സ്വാതന്ത്ര്യം കിട്ടി കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് അധികാരം വന്നു കഴിഞ്ഞപ്പോൾ മനോരമ മലക്കം മറിഞ്ഞ് കോൺഗ്രസ്സായി. പിന്നെ കോൺഗ്രസ്സിലെ നേതാക്കന്മാരെ സൃഷ്ടിക്കുന്ന ഒരു സ്ഥാപനമായി മലയാള മനോരമ മാറി. മനോരമ കോൺഗ്രസ്സിലെ അവർ വളരെ ബുദ്ധിപൂർവ്വമാണ് കരുക്കൾ നീക്കിയത്. മലയാള മനോരമയുടെ ബാലജന സഖ്യം വളർത്തിയെടുത്ത നേതാക്കന്മാർ വളരെ കൂടുതലാണ്. വ്യക്തിപരമായി പറഞ്ഞാൽ മലയാള മനോരമയുടെ ബാലജന സഖ്യവുമായിട്ട് എനിക്ക് വ്യക്തിപരമായി കടപ്പാടുള്ള ആളാണ്. അന്ന് കെ എം ചെറിയാനാണ് മനോരമയുടെ പത്രാധിപർ. അന്ന് ഈ ചെറുപ്പക്കാരെയൊക്കെ വളർത്തിയെടുക്കാൻ അദ്ദേഹം വലിയ താല്പര്യം കാണിച്ചു. മനോരമയുടെ കൊച്ചു കൊച്ചു ബാലജന സഖ്യങ്ങൾക്കെല്ലാം കൂടെ ചേർന്നൊരു യൂണിയനുണ്ട്, ഒരു കോന്നി യൂണിയൻ ഉണ്ടായിരുന്നു. ആ കോന്നി യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ ഈ സ്കൂളിൽ പഠിക്കുമ്പോഴേ എന്നെ പ്രസംഗിക്കാൻ പഠിപ്പിച്ചതും അതുപോലെ മനോരമയുടെ മീറ്റിങ്ങുകളൊക്കെ നടത്തുമ്പോൾ ഈ സി സി മെമ്പർമാരുടെയൊക്കെ മീറ്റിംഗ് ഉണ്ട് കോട്ടയത്ത് വെച്ച്. ഇതിനൊക്കെ പോകുമ്പോൾ അതിന് ബസ് യാത്രാ ഫെയർ അവർ തരും, താമസിക്കാൻ സൗകര്യം തരും. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം, ഒരു ബുധനാഴ്ചയാണ്, ഒരു പ്രത്യേക പന്തി തന്നെ മനോരമയിലുണ്ട്. നമ്മുടെ പേര് പത്രത്തിൽ അച്ചടിച്ച് വരും. ഇതൊക്കെ നമ്മളെ ഒരുപാട് ആവേശം കൊള്ളിക്കുന്ന 8ലും 9ലും ഒക്കെ പഠിക്കുമ്പോൾ പത്രത്തിൽ പേരടിച്ച് വരിക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വലിയ കാര്യമാണ്. അപ്പം മനോരമ ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയല്ല, ആ തലമുറയായിരിക്കണം നാളത്തെ കേരള രാഷ്ട്രീയം നിയന്ത്രിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ വന്നതാണ് ഉമ്മൻചാണ്ടി. ബാലയന സംഘത്തിലൂടെ വന്ന ആൾ ഉമ്മൻചാണ്ടി. എം ഹസൻ ബാലയന സംഘത്തിലൂടെ വന്ന ആളാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബാലയന സംഘത്തിൽ കൂടെ വന്ന ആളാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ആ കാലഘട്ടത്തിലെ നേതാക്കന്മാരുടെ ഒരു നിര ബാലജന സഖ്യത്തിലൂടെ വന്ന് ഉന്നത കോൺഗ്രസിലോട്ട് വന്നവരാണ്, എല്ലാം കോൺഗ്രസിലൂടെ വന്നവരാണ്. അപ്പോൾ അവരെ നിയന്ത്രിക്കാൻ മനോരമയ്ക്ക് കഴിഞ്ഞു. വളരെ ബുദ്ധിപൂർവ്വമാണ് മനോരമ അത് ചെയ്തത്. അവസാനം മനോരമയെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യമായിട്ട് ഒരു കോൺഗ്രസ് ഇതര ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ അങ്ങ് ശ്രദ്ധിച്ചറിയാം, ഇന്ത്യയിലെ മിക്കവാറും എല്ലാ പ്രധാനമന്ത്രിമാരും മനോരമ സന്ദർശിച്ചിട്ടുണ്ട്. എല്ലാവരും സന്ദർശിച്ചിട്ടുണ്ട് മനോരമ സന്ദർശിക്കാത്ത പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. വാജ്പേയി മനോരമ സന്ദർശിക്കാൻ പോയിട്ടില്ല. അപ്പോൾ മനോരമയെ സംബന്ധിച്ചിടത്തോളം അവർ ശത്രുപക്ഷത്ത് കാണുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അപ്പോൾ അതിനായി നല്ലൊരു ഉദാഹരണം ഞാൻ പറയാം. 2014 നരേന്ദ്രമോദി വാരണാസിയിൽ മത്സരിക്കുകയാണ്. വാരണാസിയിൽ മത്സരിക്കുമ്പോൾ അന്നത്തെ മനോരമയുടെ ഒരു ന്യൂസ് 4-5 പേജിലൊരു വാർത്തയാണ്. അതിൻ്റെ ടൈറ്റിൽ
പ്രിയങ്ക വരുന്നു, മോദി വിയർക്കുന്നു. അതിൻ്റെ ടൈറ്റിലാണ് പ്രിയങ്ക വരുന്നു, മോദി വിയർക്കുന്നു. ഇലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പം ആരാ വിയർത്തതെന്ന് നമ്മൾ കണ്ടതാണ്. ഞാൻ പറയാം, മനോരമയുടെ ഹിഡൻ അജണ്ട അത് പക്ഷേ ഇത്രയും ദൂരം പോയി ഇത്ര ഗൗരവതരമായ ഒരു രാജ്യദ്രോഹത്തിലേക്ക് അവർ മാറും എന്നെനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഈ ആരോപണം വന്നിരിക്കുന്നത്. ആരോപണത്തിന് നിജസ്ഥിതി പഴയ ഒരു സംഭവത്തിലേക്ക് പോയാലേ വിമോചന സമരകാലത്തും ഇതുപോലൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ടല്ലേ ഇവരുടെ? അല്ല, വിമോചന സമരം അവരുടെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് മനോരമയുടെ. കേരളത്തിലൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ താൻ വിഷം കഴിച്ച് മരിക്കും എന്ന് പറഞ്ഞ പത്രാധിപരാണ് മനോരമയുടെ പത്രാധിപർ. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ അവർ ഉപയോഗിക്കാവുന്ന എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ചു. മനോരമ എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ചപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരാൻ കഴിഞ്ഞത്. മനോരമയുടെ കാപട്യം കേരളത്തിലെ ജനങ്ങൾക്കറിയാമല്ലോ. പിന്നെ മനോരമ പിടിച്ചു നിന്നത് ബൈബിൾ കഴിഞ്ഞാൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഏറ്റവും വലിയ വിശുദ്ധ പുസ്തകമായിട്ട് വെച്ച് കരുതിയിരിക്കുന്നത് ഈ മനോരമയാണ്. മനോരമ എന്തെഴുതിയാലും അവരെ കണ്ണുമടച്ച് വിശ്വസിക്കുകയാണ്. ഇപ്പോൾ ചിത്രം മാറി. ഒരു പുരോഹിതൻ, ഓർത്തഡോക്സ് പുരോഹിതൻ എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം പുരോഹിതനെ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. അദ്ദേഹം മനോരമ കത്തിക്കുന്ന ഒരു ചിത്രം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലിട്ടു. കുറച്ചു കാലം മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഓൺലൈൻ മീഡിയയുടെ പത്രാധിപർ അദ്ദേഹം പത്രങ്ങൾ കത്തിച്ച കൂട്ടത്തിൽ മനോരമ പത്രം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മനോരമയ്ക്ക് കൃത്യമായ ഒരു അജണ്ടയുണ്ട്. പക്ഷേ ജയന്ത് മാമൻ മാത്യു ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു ഗൗരവമായ കാര്യം, ഈ പണം വാങ്ങിച്ചതിന് കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട്. അതിലൊന്ന് ഹിന്ദുക്കളെ ഡിവൈഡ് ചെയ്യുക. ഈ ഹിന്ദുക്കളെ ഡിവൈഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് രാഹുൽ ഗാന്ധി ജാതി സെൻസസ് വേണമെന്ന് പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ പിന്നെ രാജീവ് ഗാന്ധി, അദ്ദേഹത്തിൻ്റെ അമ്മ പിന്നെ ഇന്ദിരാഗാന്ധിയുടെ അച്ഛൻ നെഹ്റു, ഇവരൊക്കെ ഇവിടെ ഭരിച്ചതല്ലേ. ജാതി സെൻസസ് വേണ്ടിയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. അന്നൊന്നും ജാതി സെൻസസ് നടത്താതിരുന്ന ആളുകൾ, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ വൈമനസ്യം കാണിച്ച ആളുകൾ, അവർ ഇപ്പോൾ ജാതി സെൻസസ് വേണമെന്ന് പറയുന്നതിൻ്റെ കാര്യം, ഈ സംവരണം എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായൊരു വിഷയമാണ്. അപ്പോൾ സംവരണത്തിൻ്റെ ആനുകൂല്യം ജാതിയുടെ അടിസ്ഥാനത്തിലാണ്. അതിലെന്തായാലും ശരി ഏറ്റക്കുറിച്ചിലൊക്കെ വരും ജനസംഖ്യാനുപാതികമായിട്ട് നോക്കുമ്പോൾ. അപ്പോൾ ഹിന്ദുക്കളെ തമ്മിലടുപ്പിക്കുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് രാഹുൽ ഗാന്ധി അത് ചെയ്യുന്നത്. രണ്ടാമതൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. സോഴ്സ് കൊടുത്ത പണത്തിന് രണ്ടാമതൊരു കാര്യമുണ്ട്. ഇന്ത്യയിലെ മൾട്ടിനാഷണൽ കമ്പനികളെ തകർക്കുക. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം മഹാരാഷ്ട്രയാണ്. നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തകർക്കുക, നമ്മുടെ പ്രധാനപ്പെട്ട വ്യവസായങ്ങളെ തകർക്കുക. ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്ന് വെച്ചാൽ 2047 ഒരു പക്ഷേ ഇന്ത്യ അമേരിക്കയെ പോലും മറികടന്ന് മുന്നേ പോകാനുള്ള സാധ്യത ചില സാമ്പത്തിക വിദഗ്ധന്മാർ പ്രവചിക്കുന്നുണ്ട്. നമുക്കതറിയില്ല. എങ്കിൽ പോലും ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് വളരുമെന്നും 5 ട്രില്യൺ എക്കണോമിയിലേക്ക് നമ്മൾ വളരും എന്നൊക്കെയുള്ള കാര്യം ലോകം അംഗീകരിക്കുന്നതാണ്. ഇവിടുത്തെ ഈ മന്ദബുദ്ധികളായ പ്രതിപക്ഷ നേതാക്കന്മാരുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്, ലോകത്തിലെ സാമ്പത്തിക വിദഗ്ധന്മാരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവരംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യ ഇങ്ങനെ വിട്ടാൽ അപകടമാണ്. ഇപ്പം തന്നെ ഇന്ത്യ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ശേഷം 3ാം സ്ഥാനത്തേക്ക് വന്നു. അത് വളരെ അപകടകരമായിട്ടാണ് സോറസ് കാണുന്നത്. അപ്പോൾ സോറസിൻ്റെ ബന്ധുവാണ് സോണിയാഗാന്ധി. അപ്പോൾ ഇവിടെ ഞാനതാണ് പറഞ്ഞത്, നമ്മുടെ രാജ്യത്തെ തകർക്കാൻ അതിന് മാധ്യമങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളതാണ് സോറസ് ലക്ഷ്യമാക്കുന്ന ഒരു കാര്യം. അതിൻ്റെ ഇവിടുത്തെ ഏജൻറ്റന്മാരാണ് ഞാൻ ഈ പറഞ്ഞ പോലെ റീത്ത കപൂറും ശേഖർ ഗുപ്തയും അതുപോലെ തന്നെ ജയന്ത് മാമൻ മാത്യു. അവർ പത്രപ്രവർത്തകർക്ക് പരിശീലനം എന്ന പേരിലാണ് അമേരിക്കയിലേക്ക് പത്രക്കാരെ കൊണ്ടുപോയി പരിശീലനത്തിനാണ് പണം ഇവിടെ തരുന്നത്. അതിന് ഇടനില നിൽക്കുന്നൊരു സ്ഥാപനമുണ്ട്, ഇൻ്റർന്യൂസ് എന്നാണ് അതിൻ്റെ പേര്. അവരാണ് ഇടനില നിന്ന് ഈ പണം വാങ്ങിക്കൊടുക്കുന്നത്. അപ്പോൾ ഇനി മലയാള മനോരമ വായിക്കുമ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജയന്ത് മാമൻ മാത്യു പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. അതിൻ്റെ പ്രതിഫലനം പത്രത്തിൽ കാണും. ഒരുപാട് വ്യാജ വാർത്തകൾ BJPക്കും നരേന്ദ്രമോദിക്കുമെതിരെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഫ്രാൻസിലേക്ക് പോയിരിക്കുകയാണ്, ഫ്രാൻസിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്നു. ഇതൊക്കെ മനോരമയുടെ പത്രാധിപന്മാരെ ഉറക്കം കെടുത്തുന്ന ഒരു വലിയ കാര്യമാണ്. അവർ ഉറങ്ങിയിട്ട് ദിവസങ്ങളോളമായിട്ടുണ്ട്. അപ്പോൾ പുതിയ പുതിയ വ്യാജ വാർത്തകളുമായിട്ട് അവർ വരികയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും പ്രത്യേകിച്ച് ഹിന്ദുക്കളെ ഡിവൈഡ് ചെയ്യുകയും ചെയ്യാനുള്ള ഒരു ഗൂഢ പദ്ധതി, ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമായി മനോരമ മാറുന്നു എന്നുള്ളത് മനോരമയുടെ വായനക്കാരടക്കം കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കണം. ഈ ആരോപണം ശരിയാണോ എന്ന് തെളിയിക്കപ്പെടേണ്ടതാണ്. എന്തായാലും ശരി, ഓർഗനൈസർ എന്ന് പറയുന്നൊരു പ്രസിദ്ധീകരണത്തിൽ വന്നു. വിക്കിലീക്സ് ഇത് നേരത്തെ പുറത്തുവിടുകയൊക്കെ ചെയ്തതാണ്. ഈ ആരോപണം കൃത്യമായി നിരീക്ഷിക്കുകയും മനോരമയുടെ പോക്ക് എന്താണെന്ന്, മനോരമയെ ആരെയാണ് ലക്ഷ്യമാക്കുന്നത്, എന്താണ് മലയാള മനോരമയുടെ ഹിഡൻ അജണ്ട എന്നത് വളരെ വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട
ഒരു കാലഘട്ടത്തിൽ. മനോരമയെ മാത്രമല്ല ഞാൻ ഈ പറയുന്നത്, മനസ്സിലായി. മാതൃഭൂമിയും തുല്യതരത്തിൽ കുറ്റവാളികളാണ്. പക്ഷേ മനോരമ കുറച്ചുകൂടെ ശക്തമാണ്. കാരണം മനോരമ ഏറ്റവും സർക്കുലേഷനുള്ള പത്രമാണ്. ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളിലെ വലിയ സ്വാധീനമുള്ള ഒരു പത്രമാണ്. മാതൃഭൂമിയേക്കാൾ കൂടുതൽ സർക്കുലേഷനുണ്ട്, സ്വാധീനവും മനോരമയ്ക്കുണ്ട്. എന്തായാലും ശരി, ഇന്ത്യയെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ച് നിർത്തി കർഷക കലാപങ്ങൾ പോലുള്ള കലാപങ്ങൾ സൃഷ്ടിച്ച് കേന്ദ്ര സർക്കാരിനെ അസ്ഥിരമാക്കാനും നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവിനെ ടാർണിഷ് ചെയ്യാനും തേജോവധം ചെയ്യുവാനുമുള്ള അന്താരാഷ്ട്ര തലത്തിൽ നടത്തുന്ന ഒരു ഗൂഢാലോചനയിൽ ഇവരൊക്കെ പങ്കാളികളാണോ എന്നുള്ളത് വളരെ ഗൗരവപൂർവ്വം നിരീക്ഷിച്ച് മനസ്സിലാക്കേണ്ട ഒരു മലയാള മനോരമയും തീർച്ചയായിട്ടും. ജയന്തമാമൻ മാത്യു ഇത് വാങ്ങിച്ചു, പണം വാങ്ങിച്ചു എങ്കിൽ, അതൊരു ആരോപണമാണ്, വാങ്ങിച്ചു എങ്കിൽ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണണം. പക്ഷേ മനോരമയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ മനോരമ ഇന്ത്യയിലെ വളർന്നു വരുന്ന കോൺഗ്രസിന് എതിരായി വളർന്നു വരുന്ന രാഷ്ട്രീയത്തിന്, പ്രത്യേകിച്ച് BJPയുടെ രാഷ്ട്രീയത്തിന്, ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ശക്തമായി എതിര് നിൽക്കുന്ന ഒരു പത്രമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അവർ പല്ല് നഖം ഉപയോഗിച്ച് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ തകർക്കാൻ എല്ലാ ശ്രമങ്ങളും അവർ നടത്തും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട വസ്തുത തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.